വീഡിയോയിലേക്ക് സ്വാഗതം. +1 പൊളിറ്റിക്കൽ സയൻസ് എക്സാം മാർച്ച് 2025 പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് 4 പാഠഭാഗങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ പാഠഭാഗം മുതൽ 20ാമത്തെ പാഠഭാഗം വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുകൾ പഠിച്ചതിൽ മാത്രം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ 5ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. പാർലമെൻറ്റിൻ്റെ ചുമതലകൾ, അതായത് ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റും നിയമനിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങളും. 6ാമത്തെ പാഠഭാഗത്തിൽ പഠിക്കേണ്ടത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് എങ്ങനെയെന്ന് പഠിക്കുക. പിന്നെ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പഠിക്കുക. 7ാമത്തെ പാഠഭാഗത്തിൽ പഠിക്കേണ്ടത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം പഠിക്കുക. 3 ലിസ്റ്റുകൾ പഠിക്കുക: കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. പിന്നെ ഇന്ത്യൻ ഫെഡറൽ സമ്പ്രദായത്തിലെ ഏറ്റുമുട്ടലുള്ള മേഖലകൾ പഠിക്കുക. അത് എസ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ 8ാമത്തെ പാഠത്തിൽ ഒരു കാര്യം മാത്രമാണ് പഠിക്കാനുള്ളത്. 8ാമത്തെ പാഠം എസ് എ പാഠമാണ്. 73-74 ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റമാണ് ഈ പാഠത്തിൽ പഠിക്കേണ്ടത്. 9ാമത്തെ പാഠത്തിൽ നിന്നും ഒരു കാര്യമാണ് പഠിക്കാനുള്ളത്. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള 3 രീതികൾ പഠിക്കുക. 10ാമത്തെ പാഠഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രം പഠിക്കുക. പിന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ പരിമിതികളും പഠിക്കുക. 11ാമത്തെ പാഠഭാഗത്തിൽ പഠിക്കേണ്ടത് രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യമാണ്. അത് മാത്രമേ ആ പാഠഭാഗത്തിൽ നിന്ന് പഠിക്കാനുള്ളൂ. 12ാമത്തെ പാഠഭാഗത്തിൽ പഠിക്കേണ്ടത് 2 കാര്യങ്ങളാണ്: ഹാനി സിദ്ധാന്തവും നിഷേധാത്മകവും ക്രിയാത്മകവുമായ സ്വാതന്ത്ര്യവുമാണ് പഠിക്കേണ്ടത്. ഇനി 13ാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് സമത്വത്തിൻ്റെ 3 മാനങ്ങളാണ്. 14ാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് നീതിയുടെ 3 തത്വങ്ങളും നീതി സിദ്ധാന്തവുമാണ്. 15ാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് വിവിധ തരം അവകാശങ്ങളാണ്. 16ാം ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങളാണ്. 17ാമത്തെ പാഠത്തിൽ പഠിക്കേണ്ടത് ദേശീയത വളർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. 18ാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് 2 തരത്തിലുള്ള മതമേധാവിത്വങ്ങളാണ്. പിന്നെ മതേതരത്തിൻ്റെ മാതൃകകൾ പഠിക്കുക. ഇന്ത്യൻ മതേതരത്തിനെതിരെയുള്ള വിമർശനങ്ങൾ പഠിക്കുക. 19ാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങളാണ്. 20ാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് വികസന മാതൃകകൾക്കെതിരെയുള്ള വിമർശനങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആദ്യം 4 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക.